ഡിയർ സ്റ്റുഡൻസ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന പേപ്പറിലെ യൂണിറ്റ് 2 കണ്ടിന്യൂഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. നമുക്കറിയാം MIS എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ്. MIS എന്ന കൺസെപ്റ്റിനെ നമ്മൾ റിയാലിറ്റിയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ റോൾസ് ഉള്ളത് കമ്പ്യൂട്ടേഴ്സിനാണ്. കമ്പ്യൂട്ടേഴ്സ് മീൻസ് അതൊരു ഡിവൈസസ് ആണ്. നമുക്ക് ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കപ്പാസിറ്റി ഉള്ള കമ്പ്യൂട്ടേഴ്സ് വഴിയാണ് നമ്മൾ MIS ഓരോ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് ലാർജ് ആയിട്ടുള്ള ഡാറ്റാബേസും ഒരു ചെറിയ പ്രോസസ്സിംഗ് യൂണിറ്റുമാണ് ഉള്ളതെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ പല ബ്രാഞ്ചുകളുണ്ട്, ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ഡാറ്റാസ്, ഈ പല ബ്രാഞ്ചിലെ ഡാറ്റാസും കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നതും ഓരോരോ ബ്രാഞ്ചിലേക്കുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കൈമാറുന്നതും ഈ സിസ്റ്റംസ്, ഈ ഹാർഡ്വെയർ കമ്പ്യൂട്ടർ യൂണിറ്റ്സ് വഴിയാണ് നമ്മൾ MIS നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എത്ര അകലെയാണെങ്കിലും കമ്പ്യൂട്ടർ സിസ്റ്റംസ് നമുക്ക് സാറ്റലൈറ്റ് വഴി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറേ അകലെയുള്ള ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ. സോ അവൈലബിലിറ്റി ഓഫ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്, നമ്മൾ ഹാർഡ്വെയർസ് യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഡാറ്റാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കമ്പ്യൂട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഒരു സെക്യൂരിറ്റി ഓഫ് ഡാറ്റ ബ്രിങ്സ് ആണ്. നമ്മൾ കൊടുക്കുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും അതിന് കറക്റ്റായിട്ടുള്ള സെക്യൂരിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ടും MIS നമുക്ക് ഇതുപോലെയുള്ള ഹാർഡ്വെയർസ് വഴി നമുക്ക് പറ്റും. ഇൻ്റർപേഴ്സണൽ മോഡ് മെത്തേഡ്സും നമുക്ക് എന്തുണ്ട്, ഇങ്ങനെയുള്ള സെക്യൂരിറ്റി റീസൺസിലെല്ലാം നമുക്ക് ആപ്ലിക്കബിൾ ആണ്. കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് റീഡ് ഓൺലി ആണ്. you cannot delete or update. നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ തന്നെ റീഡ് ഓൺലി കാറ്റഗറീസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ നമ്മളെ കൊണ്ട് പറ്റില്ല. ഓൺലി വി ക്യാൻ റീഡ് ഇറ്റ്. സോ ഇങ്ങനെയുള്ള ആക്സസുകളെല്ലാം നമുക്ക് ഇൻഫർമേഷൻസിൽ, അതുപോലെ തന്നെ പാസ്വേഡ്സുകൾ, ലെയേർഡ് ആക്സസ് ഫെസിലിറ്റീസ്, ഇതെല്ലാം നമുക്ക് തരുന്നത് കോൺഫിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ ഡാറ്റാസിൻ്റെ കോൺഫിഡാലിറ്റീസ് പോവാതിരിക്കാൻ വേണ്ടി, സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് നമുക്കുള്ളത്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ് സോഫ്റ്റ്വെയർ സെക്ഷൻ എന്ന് പറയുന്നത്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് ക്യാപ്പബിലിറ്റീസ് ആണ്. ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ നോൺ പ്രൊസീജിയർ ആയിട്ടുള്ള ഡാറ്റ പ്രോസസ്സിംഗ് വഴി മാത്രമാണ് നമുക്കൊരു സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ഫോർമുല, ഒരു സെർട്ടൺ റിസൾട്ട് കിട്ടാനുള്ള ഫോർമുലാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമാണ് അതിനുള്ള റിസൾട്ട് നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, അത് പ്രൊസീജിയറിലായിരിക്കും, നോൺ പ്രൊസീജിയർ ലാംഗ്വേജസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർസ് നമുക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാം, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്നുള്ള റിസൾട്ട്സ് വേറൊരു സ്ഥലത്ത് കമ്പ്യൂട്ടർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു സ്ഥലത്തോട്ട് സെൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് നമുക്ക് ഡിസ്റ്റൻസോ സ്പീഡോ വോളിയം കോംപ്ലക്സിറ്റിയോ ഇതെല്ലാം നമുക്ക് ഈസി ആക്കി തരാനാണ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്. ഡാറ്റ നമ്മൾ മെയിനായിട്ട് നോക്കിയത് MIS ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ് നമ്മുടെ MISനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ടെക്നിക്കൽ ആൻഡ് ഇൻ്റർഫേസ് ഫാക്ടേഴ്സ് നമ്മൾ നോക്കി, ഡാറ്റ പ്രോസസ്സിംഗ് നോക്കി, സ്റ്റെപ്സ് നോക്കി, പിന്നെ ഇമ്പാക്റ്റ്, ഒരു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലുള്ള ഇമ്പാക്ട്സുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സും MISും കൂടി റിലേറ്റ് ആവുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്.